ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കനിങ്ക ഡിസൈനിൽ ഒരു പട്ടുപാവാടയും ബ്ലൗസും എങ്ങനെ തയ്ക്കുന്നതെന്നുള്ള വീഡിയോ ആണ് എടുത്തിട്ടേക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇടാം കേട്ടോ. നമ്മൾ ആദ്യം ലൈനിങ് എല്ലാ ഭാഗത്തും അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ടൈലറിങ് അത്യാവശ്യം അറിഞ്ഞിരുന്നാൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് തയ്ച്ചിടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓരോ മോഡലുകൾ ഒരു പാറ്റേൺ പഠിച്ചാൽ തന്നെ ഒത്തിരി മോഡലുകൾ നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സഹോദരിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് തയ്യൽ പഠിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ തയ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വരുമാന മാർഗ്ഗം മാത്രമല്ല, ഒരു മാനസിക സന്തോഷം കൂടിയാണ്. മറ്റുള്ളവരിതിട്ടിട്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. കണ്ടോ, ഇതിൻ്റെ സൈഡിലുള്ള എല്ലാ ഈ സൈഡിൽ നമ്മൾ ബാക്കി വന്ന എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിത് തേച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ തേക്കണം. ഇത് ഒരു വളരെ തിന്നായൊരു തുണി ആയതുകൊണ്ടാണ്, സിൽക്കിൻ്റെ തുണി ആയതുകൊണ്ടാണ് കാരണം എൻ്റെ തേപ്പൂട്ടി ഇച്ചിരി പ്രശ്നമാണ്, അത് കയറി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ തേക്കുന്നത് കേട്ടോ. തേച്ചതിന് ശേഷം വേണം എപ്പോഴും അറ്റാച്ച് ചെയ്യാൻ. അതിന് ശേഷം കഴുത്ത് അറ്റാച്ച് ചെയ്തു. കഴുത്ത് നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നേരെ നടുവശത്ത് നിന്ന് നേരെ താഴത്തോട്ട് നമ്മൾ കഴുത്ത് നീങ്ങി പോവാതിരിക്കാനായിട്ട് ഒരു അടിപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വളരെ സാവകാശം വേണം. ഫ്രണ്ട് നെക്കല്ല, ഏത് നെക്കായാലും നമ്മൾ വളരെ സാവകാശം അടിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ഫിനിഷിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ഡ്രസ്സ് തയ്ച്ചാലും എങ്ങനെ ഭംഗിയായിട്ട് തയ്ച്ചാലും ഒരു ഭംഗിയാവില്ല. നെക്കാണ് അടിപൊളിയായിട്ടിരിക്കേണ്ടത് എപ്പോഴും. അപ്പം നല്ല ഫിനിഷിങ്ങായിട്ട് നെക്കടിക്കാൻ നോക്കുക. അപ്പം ഇങ്ങനെയൊക്കെ അടിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 1, 2, 3 പ്രാവശ്യം നമ്മൾ വെട്ടി പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം വെട്ടുമ്പോൾ നല്ല തുണിയിൽ വെട്ടി പിടിക്കുകയാണെങ്കിൽ ചൂട് നല്ലതായിരിക്കും. കാരണം നമുക്കൊരു കോൺഫിഡൻസ് വരാൻ പറ്റും. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ അകത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയൊക്കെ വെട്ടിക്കളയാണ്. അതിന് ശേഷം സൈഡിൽ കൂടെ ഓരോ നോച്ചുകൾ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് കഴുത്ത് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. ഇങ്ങനെ വൃത്തിയിലൊക്കെ നമ്മൾ തയ്ച്ചു കൊടുത്താൽ നമ്മുടെ കസ്റ്റമർ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ഞാനിപ്പോൾ ഷോപ്പ് നിർത്തിയിട്ടും ഈ കസ്റ്റമർ ഒത്തിരി ദൂരെയുള്ളതാണ്. പെരുമ്പാവൂരും കഴിഞ്ഞ് കൂവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആളുടെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് തയ്ക്കാനായിട്ട് തരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഷോപ്പ് നിർത്തി ഞാനിപ്പോൾ വീട്ടിലിരുന്നാണ് ഓൺലൈൻ ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇയാൾ എനിക്ക് എപ്പോൾ വന്നാലും തയ്ക്കാനുണ്ടെങ്കിൽ മോളുടെയും അമ്മയുടെയും ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കഴുത്ത് നമ്മൾ പ്രസ് തയ്യൽ കൊടുക്കുമ്പോൾ ചേർത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ ചേർത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് ആ ഫിനിഷിങ് കിട്ടുള്ളൂ. അതിന് ശേഷം ഒന്നും കൂടി കഴുത്തൊന്ന് തേച്ചെടുക്കണേ. ബാക്ക് സൈഡിൽ നമുക്ക് ഐക്കും ഹുക്കും വയ്ക്കാനുള്ള പട്ടയാണ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സൈഡ് ഇത് ഹുക്ക് വയ്ക്കാനുള്ള പട്ടയാണ്, അതുകൊണ്ടാണ് നല്ല സൈഡിൽ നിന്ന് മുകളിലേക്ക് വെച്ചിട്ട് അടിച്ച് മറച്ചെടുക്കാനുള്ളതാണിത്. അപ്പോൾ അകത്തോട്ടുള്ള ഭാഗത്തേക്ക് പ്രസ് തയ്യൽ കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് അകത്തേക്ക് വെച്ച് മടക്കിയെടുക്കുകയാണ് ഈ ഭാഗം. കണ്ടോ, കറക്റ്റായിട്ട് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് തന്നെ വരണം. നല്ല ഫിനിഷിങ്. ഒരുപാട് വലിക്കരുത് തുണി ഒരിക്കലും. പതുക്കെ പിടിച്ചങ്ങ് അടിച്ചാൽ മതി. നല്ല ഫിനിഷിങ്ങായി തന്നെ കിട്ടിക്കോളൂ കേട്ടോ. അതിന് ശേഷം ഇപ്പുറ സൈഡ് കൂടി നമ്മളങ്ങനെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് പുറത്തേക്ക്, അതായത് ഹുക്ക് ഇടാനുള്ള ഐ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തുന്നാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഐയൊക്കെ നമ്മൾ ഇതിൽ തന്നെ അടിച്ച് തന്നെ എടുക്കുകയാണ്. അതെങ്ങനെയൊന്ന് കാണാം കേട്ടോ. ബാലൻസൊക്കെ ഉള്ള എക്സസ് വെട്ടിയതിന് ശേഷം നമ്മളിതും പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തിരിച്ചെടുത്തിട്ടാണ് ഇത് പുറത്തേക്കാണ്. ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം കംപ്ലീറ്റ് അകത്തേക്കാണെങ്കിൽ ഇത് നമ്മൾ 2 മടക്ക് കെട്ടി പുറമേക്കാണ്
ഈ ഭാഗം നമ്മൾ ഒരിക്കലും അളവെടുക്കുമ്പോൾ അളവിൽപ്പെടുന്ന ഭാഗമല്ല. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിലോ കാര്യങ്ങളിലോ ഒന്നും പെടില്ല ഈ ഭാഗം. പക്ഷേ ഹുക്ക് വയ്ക്കുന്ന ഭാഗം നമ്മുടെ അളവിലകത്ത് വരുന്ന ഭാഗമാണ്. അകത്തേക്ക് അല്ലേ പോയേക്കുന്നത്. ഇത് പുറത്തേക്ക് എക്സ്ട്രാ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നതാണ്. ഇത്രയും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മളായി പിടിപ്പിക്കുകയാണ്. അത് കുറച്ചിങ്ങ് അടിച്ച് കഴുത്ത് നമുക്കൊരു 3.5 ഇഞ്ചിൽ കഴുത്ത് വരണം. അത്രയും ഭാഗം നമുക്ക് വേണ്ട. അത് കഴിഞ്ഞ് താഴത്തോട്ട് നമ്മളൊരു വി പോലെയാണ് അടിച്ചെടുക്കുന്നത്. ഒരു ഭാഗത്ത് വായ തുറന്നിരിക്കണം. എന്നാലാണ് നമുക്ക് ഹുക്ക് അതിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ അടിച്ചതിന് ശേഷം വേണം 4-5 ഹുക്കൊക്കെ വരാൻ പാകത്തിന് നമ്മളൊരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് അടിച്ചെടുക്കുന്നത്. 1.5 കുട്ടികൾക്കൊക്കെ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ച് അടിച്ചെടുക്കുക. ഏറ്റവും താഴെ വരെ അടിക്കേണ്ട, കുറച്ച് ഭാഗം ഓപ്പണായിട്ട് കിടക്കാൻ കരുതിയാണ് ബാക്കിൽ ഹുക്ക് വയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിവശം നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ അത് എത്രയാണെന്നുള്ള അനുസരിച്ച് നമ്മൾ അടിച്ച് പോവുക. എന്നിട്ട് നേരെ സ്ട്രെയിറ്റായിട്ട് താഴത്തേക്ക് അടിച്ച് നിർത്തുക. ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിനി 2 ഭാഗം കൂടി ഒന്നെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഹുക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണോ, എങ്ങനെ ഏറ്റക്കുറച്ചിലുകളുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഞാൻ കഴുത്ത് 2ആയിട്ട് ഇത് മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഒറ്റയ്ക്ക് അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ 2ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം പകുതി മുറിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ അടിക്കുമ്പോൾ മടക്കി അതിൻ്റെ അകത്തേക്ക് വെച്ചടിക്കണേ. എന്നാലാണ് അത് കറക്റ്റായിട്ട് ഫിനിഷിങ്ങിലിരിക്കുകയുള്ളൂ. അതിന് ശേഷം വേണം അകത്തിങ്ങനെ അടിക്കാനായിട്ട്. ഇപ്പം 2 സൈഡും ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ കഴുത്തും ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെയ്ത മാതിരി തന്നെ വെട്ടിക്കളഞ്ഞ് ഇത് മറച്ചടിക്കുന്നതിന് മുമ്പ് 2 വശവും കൂടി ചേർത്ത് വച്ച് നോക്കണം. കഴുത്തെങ്ങാൻ ഏതെങ്കിലും സൈഡ് നമ്മളിങ്ങനെ വെട്ടിയടിക്കുമ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് വെച്ച് നോക്കണത് കേട്ടോ. 2 സൈഡിൻ്റെയും ഇതിങ്ങനെ വച്ച് നോക്കണം. ഇങ്ങനെയാണ്. എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം. കണ്ട, ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ വെച്ച് നോക്കുകയാണ് കയറ്റിറക്കം എന്തെങ്കിലും ഉണ്ടോയെന്ന്. കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിന് ശേഷം ഇത് നമ്മൾ മടക്കി വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. തുന്നുന്നവർക്ക് തുന്നുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ആയതുകൊണ്ട് ബാക്ക് സൈഡ് മടക്കി വെച്ച് അടിച്ചെടുക്കുകയാണ്. കാരണം എനിക്കിതിൻ്റെ ബാക്ക് സൈഡിൽ വള്ളിയൊക്കെ വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതങ്ങനെ അടിച്ച് കഴുത്തും കൂടി പതിച്ചടിച്ചു. അതിനുശേഷം ഷോൾഡർ കൂട്ടിയടിക്കുകയാണ്. ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ 2 സൈഡും നമുക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ പതിച്ചടിച്ച് തരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചടിക്കുന്നത്. അല്ലെങ്കിൽ ബാക്ക് സൈഡിൻ്റെ കഴുത്ത് മറച്ചടിക്കുന്നതിന് മുമ്പ് ആ സൈഡ് നിവർത്തി വെച്ചിട്ട് ചേർത്താണ് അടിക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ കയ്യിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. നടുഭാഗത്ത് നിന്ന് ഒരു 4 ഇഞ്ച് നമുക്ക് പഫ് വയ്ക്കാനായിട്ട് നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ടായി. അപ്പോൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക 2 സൈഡിലേക്കും. അതിനുശേഷം പഫ് വെച്ച് കൊടുക്കുക. പഫ് ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുവരാണ്. ചെറിയ ചുരുക്കുകളായിട്ട് നമ്മൾ കൈയിട്ട് ചെറിയ ചുരുക്കുകളായിട്ട് വച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് നമ്മൾ താഴത്തും പഫിൻ്റെ ആ ഒരു ഭാഗം അടിച്ചു വയ്ക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ പിടിച്ച് ആ ദിശയിലേക്ക് തന്നെ വെക്കണേ. തിരിഞ്ഞു പോകരുത്. ഉണ്ടോ? അത് ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് തന്നെ വെച്ച് താഴെ അടിക്കാൻ ശ്രമിക്കണം.
എല്ലാം നമ്മൾ അടിച്ചതിന് ശേഷം വേണം നമുക്ക് താഴത്ത് വെട്ടി കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫ്രില്ല് താഴെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഏങ്കോണിപ്പോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കളഞ്ഞാൽ പിന്നെ തുണി ഇച്ചിരി നീട്ടിയെടുത്തില്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കറക്റ്റായിട്ട് വെട്ടി നമ്മളുടെ അടിയിൽ ഒരു പട്ട പിടിപ്പിക്കുന്നുണ്ട്. അതിന് ആ മഞ്ഞ കളറ് ഗോൾഡൻ മഞ്ഞയുടെ കളറാണ്, ആ പീസാണ് എടുക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ പട്ട പിടിപ്പിച്ച ഭാഗം എനിക്ക് കിട്ടിയില്ല വീഡിയോയിൽ. അപ്പം ഇങ്ങനെ ചെറിയൊരു ഇത് കൂടി വെച്ചിട്ടുണ്ട്. ഈ നടുഭാഗത്ത് ഒരു നോച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് അറ്റാച്ച് ചെയ്യാം. കൈ ഒരു സൈഡ് നടുഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം അടിച്ചു പോവുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള കൈ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ടും അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് അടിച്ചു പോരാണ്. ഡബിൾ അടിപ്പ് നമ്മൾ കൊടുക്കുന്നതാണ് കൈക്ക്. ഇനി ഇപ്പുറ സൈഡ് ലാസ്റ്റ് വരെ അടിച്ചു പോവുക. ഒരുപാട് വലിച്ചു പിടിക്കാതെ അടിച്ചാൽ മതി. കറക്റ്റായിട്ട് നമ്മുടെ കൈ അടിച്ച് കിട്ടി. രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുക്കുക അതുപോലെ തന്നെ. ഇനി ഓരോ ക്ലാസ്സുകളിലും നമ്മുടെ ഓരോ പുതിയ മോഡലുകൾ ഞാൻ തയ്ക്കുന്നത് ഇട്ടേക്കാം. നല്ല നല്ല മോഡലുകൾ, ഒത്തിരി മോഡലുകൾ നമ്മൾ തയ്ച്ചിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് മറക്കാതിരിക്കുക, നമുക്കൊരു സപ്പോർട്ടിന്. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം അടിഭാഗം മടക്കി അടിക്കുകയാണ്. നമുക്ക് 9 ഇഞ്ച് മതി. അപ്പോൾ ആ 9 ഇഞ്ചിൻ്റെ ആ കറക്റ്റ് ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ നൂല് മാറിപ്പോയി ആരും ഓർത്തത്. ഞാൻ ആ നീല നൂലിട്ടിട്ടാണ് വീണ്ടും രണ്ടാമത് അടിക്കുന്നത്. കാരണം നമ്മൾ കറക്റ്റ് കളറ് തന്നെ നൂലിട്ട് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റില്ല, വൃത്തികേടായിട്ട് നിൽക്കും. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും നമ്മൾ ഓരോ ഭാഗങ്ങളിലും ആ കറക്റ്റ് കളർ തന്നെ നൂല് കൊടുക്കാൻ ശ്രമിക്കുക. അകത്തോട്ടാണെങ്കിൽ ആരും കാണില്ല, പുറമേ ആകുമ്പോൾ കാണില്ലേ, അപ്പോൾ അത് നൂല് മാറ്റി അടിക്കണം. ഇപ്പുറ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ 3 സൈഡും, അതായത് ബാക്കും ഫ്രണ്ടും 2 സൈഡും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം വേണം ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട്. അതിന് ശേഷം മുകളിലോട്ട് കയറ്റി വെച്ച് നോക്കുക, എന്തെങ്കിലും ഭാഗം കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ നിൽക്കുന്നതിനൊക്കെ നല്ലത് കംപ്ലീറ്റ് കൂട്ടി യോജിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ ഭാഗവും കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ ഭാഗത്തിനും ഫ്രണ്ടിലേയും നോക്കുക. അളവ് നോക്കിയതിന് ശേഷം വേണം നമ്മളിങ്ങനെ മടക്കി അടിക്കാനായിട്ട്. എൻ്റെ സൗണ്ടിനൊരു ചെറിയ പ്രശ്നം വന്നു, അത് കാരണം കൊണ്ടാണ് ഞാൻ കട്ടിങ് വീഡിയോ എടുക്കാതിരുന്നതിൻ്റെ. കട്ടിങ് വീഡിയോ എടുത്തിടാനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സൗണ്ട് ശരിയാവുന്നില്ല. ഇപ്പോഴും അങ്ങോട്ട് ശരിയായി വരുന്നുള്ളൂ. ചുമയൊക്കെ പിടിച്ച് ആകെ നാശമായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഭാഗത്തും ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് 4 വശത്തും. അപ്പോൾ ആ മാർക്കിങ്ങിലൂടെ സൈഡ് അടിച്ച് താഴത്തേക്ക് കൊടുക്കുകയാണ്. നമ്മൾ നൂല് മാറ്റണം എന്നാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ കൈകൊണ്ട് കാണിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാനിപ്പോൾ നീല നൂലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച നൂല് മാറ്റണമെന്ന് അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് നീലയിട്ടടിക്കുമ്പോൾ ഉള്ള ഒരു വൃത്തികേടായിട്ടിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അടിയിലെ പോയിൻ്റ് ഒന്നും കൂടി മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ മടക്കി അടിച്ചപ്പോൾ മാർക്കിങ് പോയിൻ്റ് കണ്ടോ. ഇതിപ്പോൾ മഞ്ഞയിൽ നീല വരുമ്പോൾ വേറൊരു കളറായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പം അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വേറെ ഇട്ട് അടിക്കണമെന്ന് പറഞ്ഞത്. എൻ്റെ മഞ്ഞ നൂല് തീർന്നു പോയായിരുന്നു, ഞാനത്
കണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു പോയായിരുന്നുകൊണ്ട് വീണ്ടും ഇത് വെച്ച് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയുള്ളൊരു മഞ്ഞ ഉള്ളത് ഞാൻ ഈ പാവാട അടിച്ചപ്പോൾ ആ മഞ്ഞ ഇട്ടാണ് അടിച്ചത്. ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്കർട്ട് അടിക്കുന്നതാണ്. ഏറ്റവും നല്ല തുണി കൂടുതലുള്ള കാരണം കൊണ്ട് ഞാൻ നന്നായിട്ട് ഫ്ലീറ്റ് കൂടുതലിട്ടാണ് അടിച്ചേക്കുന്നത്. 2 ഇഞ്ചിൻ്റെ അടുത്ത് ഫ്ലീറ്റ്, 1.5 ഇഞ്ച് ഫ്ലീറ്റ് പുറത്തേക്ക് തള്ളിയേക്കാൻ പാകത്തിനും അകത്തോട്ടും അതുപോലെ തന്നെ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുഴുവൻ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. കുട്ടിക്കാണെങ്കിൽ ആകെ 19.5 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി വണ്ണം തോന്നിച്ചോട്ടെ എന്നോർത്ത് നല്ല രീതിയിൽ ഫ്ലീറ്റ് അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താലാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. ലൈനിങ് ഇട്ടിട്ടില്ല പാവാടയ്ക്ക്. പെറ്റിക്കോട്ട് ഇടുന്ന കാരണം ലൈനിങ് ഇട്ടില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഇഴന്ന് പോകുന്ന തുണിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈനിങ് വയ്ക്കാതെ അടിച്ചത് കേട്ടോ. ഇതുപോലെ അടിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഒരു പാവാട പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാവാടയും ബ്ലൗസും തയ്ച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ പാവാടയും ബ്ലൗസും തയ്ക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്, ചുരിദാർ തയ്ക്കുന്നത് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കി കാണാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്കാണിത്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടിങ്ങും ഒന്നും അറിയില്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുള്ള വീഡിയോകളിടാം. നമ്മുടെ ചാനലിൽ ചുരിദാർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബ്ലൗസിൻ്റെയും സാധാ ബ്ലൗസിൻ്റെയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക.